വെൽക്കം ടു പ്രീവിയസ് മന കിച്ചൺ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്യപ്പമാണ്. അരി മാത്രം ഉപയോഗിച്ചാണ് ഞാൻ ഈ നെയ്യപ്പം ഉണ്ടാക്കുന്നത്. അതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്നും അതെങ്ങനെയാണ് മാവ് അരച്ചെടുക്കുന്നതെന്നും നമുക്കൊന്ന് കാണാം. ഞാനിവിടെ 1/2 കിലോ അരി കഴുകി വാരി വെച്ചിട്ടുണ്ട്. 3-4 മണിക്കൂർ നേരം കുതിർത്ത് വെച്ചിരുന്നതാണിത്. അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ കരിപ്പട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 350 ഗ്രാം കരിപ്പട്ടി കുറച്ച് വെള്ളം ഒഴിച്ച് അത് പാനിയാക്കി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. 350 ഗ്രാം എന്നുള്ളത് 400-450 ഗ്രാം വരെ നിങ്ങൾക്ക് എടുക്കാം. അവനവൻ്റെ മധുരം അനുസരിച്ച് അത് കൂട്ടിയെടുക്കാവുന്നതാണ്. 1 കപ്പ് തേങ്ങാക്കൊത്ത്. ഈ തേങ്ങാക്കൊത്ത് ഞാൻ തേങ്ങയുടെ കരിന്തൊലി ചെത്തി കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് എനിക്ക് തേങ്ങാക്കൊത്ത് ഇത് കിട്ടിയിരിക്കുന്നത് അരമുറി തേങ്ങയിൽ നിന്നാണ്. ആവശ്യത്തിന് ഉപ്പ്, നെയ്യ് 4 ടേബിൾ സ്പൂൺ. ഈ നെയ്യ് ഉപയോഗിക്കുന്നത് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുവാനും കൂടാണ്ട് നമ്മൾ മാവ് അരച്ചെടുത്ത് കഴിയുമ്പോൾ അതിലേക്ക് ബാക്കിയുള്ള നെയ്യ് ചേർത്തിളക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ സ്പൈസസായ ഏലക്കായ പൊടിച്ചതും ചുക്ക് പൊടിച്ചതുമാണിത്. ഇതിൻ്റെ അളവ് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഏലക്കായ പൊടിച്ചതും 1/4 ടീസ്പൂൺ ചുക്ക് പൊടിച്ചതുമാണ്. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ചേർക്കുന്നത് എള്ള്. ഞാൻ 2 തരത്തിലുള്ള എള്ള് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. വെളുത്ത എള്ളും കറുത്തിരിക്കുന്ന എള്ളും. ഇത് രണ്ടും ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് ഞാൻ ഇത്രയും സാധനത്തിലേക്ക് ഉപയോഗിക്കുന്നത്. ഇനി ചെയ്യാൻ പോകുന്നത് ശർക്കര പാനി ഒഴിച്ച് അരിനെ നമുക്ക് അരച്ചെടുക്കാം. അത് അരച്ച് കഴിഞ്ഞതിന് ശേഷം തേങ്ങാക്കൊത്ത് വറുത്ത് കൊടുക്കാം. ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് പകുതി അരി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ച് നല്ല തിക്കായിട്ടാണ് ഞാൻ ഈ പാനി ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അരി അരിക്കുന്ന സമയത്ത് ആവശ്യത്തിന് ലൂസായിട്ടില്ലെങ്കിൽ നമുക്ക് ലേശം വെള്ളം ചേർത്താണേലും ഇത് ചെയ്യാവുന്നതാണ്. തേങ്ങാക്കൊത്തിനെ നെയ്ക്കകത്ത് വറുത്തെടുക്കാം. നമുക്കൊരു പകുതി നെയ്യെടുത്ത് ചൂടായ പാനിലേക്കിട്ട് തേങ്ങാക്കൊത്തിനെ വറുത്തെടുക്കാം. തേങ്ങ പതുക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പൊട്ടുന്ന ഒച്ച കേൾക്കാം. തേങ്ങ മൂത്ത് തുടങ്ങി കഴിയുമ്പോൾ ചെറുതായിട്ട് പൊട്ടുന്ന ഒച്ച കേൾക്കാം. നമ്മൾ ഈ തേങ്ങ ഒരുപാട് മൂപ്പിച്ച് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരു മൂപ്പായി കഴിയുമ്പോഴേക്ക് നമുക്കിത് ഓഫ് ചെയ്തിടാം. നെയ്ക്കകത്തൊന്നും മാറ്റേണ്ടയും കാര്യമില്ല. നമ്മൾ ഈ നെയ്യും കൂടെ മാവിലേക്ക് ചേർത്ത് ഇളക്കുന്നുണ്ട്. തേങ്ങാക്കത്തെല്ലാം നല്ല കടുമിടാന്ന് പൊട്ടുന്നുണ്ട്. ഏകദേശം മൂപ്പായി കഴിഞ്ഞു. ഈ ഓഫ് ചെയ്യാൻ ഈ നെയ്ക്കകത്ത് തന്നെ നമുക്ക് ഈ തേങ്ങാക്കൊത്തിനെ ഇട്ട് വെക്കാം. തേങ്ങാക്കൊത്ത് വറുത്ത് ഞാൻ ഈ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ചെറിയ ചൂടുണ്ട് ഈ നെയ്ക്ക്. ഞാൻ അതിലേക്ക് എള്ള് ഇട്ട് ഇളക്കുവാണ്. നമ്മൾ അരിയും ശർക്കരയും ഞാൻ ആ കൂട്ടത്തിൽ തന്നെ ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും കൂടെ ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന മിശ്രിതമാണിത്. നല്ല തിക്കായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. എന്നാൽ നമുക്ക് ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചിടാൻ പാകത്തിന് ലൂസായിട്ടുമുണ്ട്. പിന്നെ നമ്മൾ അരി അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അരിക്ക് ഒത്തിരി അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊരു തരിപ്പ്, വളരെ ചെറുതായിട്ട് തരി കിട്ടത്തക്ക രീതിയിൽ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. തീരെ നൈസായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ബാക്കി ചേർക്കാനുള്ള സാധനം തേങ്ങാക്കൊത്തും എള്ളും നെയ്ക്കകത്ത് നമ്മൾ ഇട്ടെടുത്തിരിക്കുന്നതാണിത്. പിന്നെ നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന കുറച്ച് നെയ്യുണ്ട്, അതും നമ്മൾ ഈ മാവിലേക്ക് ചേർക്കുന്നുണ്ട്. കൂടാണ്ട് ഒരു നുള്ളു ഉപ്പ് എടുക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കുക. കാരണം നമ്മുടെ ശർക്കരയ്ക്ക് ചില സമയത്ത് ഉപ്പിൻ്റെ അംശം കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ശർക്കര ഉരുക്കിയതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കുക. നല്ല ഉപ്പുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ വീണ്ടും മാവിലേക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു പിഞ്ച് ഉപ്പ് നമ്മൾ എടുക്കുന്ന മാവിലേക്കിട്ട് എടുക്കാവുന്നതാണ്. ഇനി നമ്മളിങ്ങനെ മാവ് അരച്ചതിന് ശേഷം നമ്മളൊരു 5-6 മണിക്കൂർ നേരം ഇത് വയ്ക്കണം. കാരണം നമ്മൾ ഇതിനകത്ത് സോഡാപ്പൊടി ചേർത്തിട്ടില്ല, പഴം ചേർത്തിട്ടില്ല. അതുകൊണ്ട് മാവൊന്ന് ശരിയായിട്ട് നന്നായി വരാൻ വേണ്ടി
നമ്മൾ 5-6 മണിക്കൂർ നേരം വയ്ക്കണം. ഓൾ നൈറ്റ് വെക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത്. അതിന് ശേഷം വേണം നമ്മൾ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് വേണം ബാക്കി സാധനങ്ങളെല്ലാം ചേർത്ത് മിക്സ് ചെയ്യുന്നത്. നെയ്യ്, ഉപ്പ്, പിന്നെ നമ്മൾ വറുത്തെടുത്തിരിക്കുന്ന തേങ്ങാക്കൊത്താണ്. അരച്ച് വെച്ചിരിക്കുന്ന ഈ മാവിനെ നമുക്ക് കുറച്ച് നേരം പൊങ്ങാനായിട്ട് വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ ഇത് വെച്ച് നമുക്കൊരു 5-6 മണിക്കൂർ നേരം കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അല്ല, ഇനി അങ്ങനെയല്ല നിങ്ങൾക്ക് വേഗം തന്നെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് വെച്ചാൽ ശേഷം 2-3 മണിക്കൂറിന് ശേഷം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ഇത് പൊങ്ങാൻ വെച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ ഉണ്ടാക്കാം. നമ്മുടെ മാവ് വെച്ചിട്ട് 5-6 മണിക്കൂർ നേരം കഴിഞ്ഞു. ചെറിയൊരു കൊമളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കാം. ബാക്കി ഉണ്ടായിരുന്ന നെയ്യ്, തേങ്ങാക്കൊത്ത്, ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിപ്പോൾ തന്നെ ഇതിനെ ചുട്ടെടുക്കാം. നമുക്ക് ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് മാവിനെ ഇടാം. നെയ്യപ്പം തന്നെ ഇപ്പോൾ പൊങ്ങി വരും. ഒരു സൈഡ് മൂപ്പായി കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. സൈഡായിട്ടുണ്ട്, നമുക്ക് ഇതിനെ മറിച്ചിട്ട് കൊടുക്കാം. നമുക്കിതിനെ എടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് മാവിനെ ഇടാം. അപ്പം തന്നെ ഇത് അപ്പം പൊങ്ങി വരും. ഒരു സൈഡായി കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ തീ ഒത്തിരി കൂട്ടി വയ്ക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ മറിച്ചിടാം. നമുക്കിതിനെ കോരിയെടുക്കാം. ഇത് 2 സൈഡും മൂത്തിട്ടുണ്ട്. നമ്മുടെ നെയ്യപ്പം റെഡിയായി കഴിഞ്ഞു. നല്ല രുചിയുണ്ട്. മധുരമൊക്കെ കണക്കിനാണ്. അരി കൊണ്ട് നെയ്യപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ശർക്കര പാനിയാക്കുന്ന സമയത്ത് അധികം വെള്ളം ചേർക്കരുത്. തിക്കായിട്ട് തന്നെ ശർക്കര പാനിയാക്കി എടുക്കുക. നമ്മൾ അതിൻ്റെ വെള്ളം മാത്രം ഉപയോഗിച്ചാണ് ഈ അരി അരച്ചെടുക്കുന്നത്. അതേസമയം നമ്മൾ അരി അരച്ച് കഴിഞ്ഞതിന് ശേഷം അതിന് തിക്നെസ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ലേശം വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്ലാതെ ഒത്തിരി ലൂസായിട്ട് നമ്മൾ പാനി ഉണ്ടാക്കി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും. നമ്മൾ മൈദയോ പഴമോ ചേർത്തുണ്ടാക്കുന്ന നെയ്യപ്പത്തിന് സോഫ്റ്റ്നെസ് കൂടുതലായിരിക്കും. ഇത് അത്രയും സോഫ്റ്റ് അല്ല, കാരണം അരി മാത്രം ചേർത്തിരിക്കുന്നതുകൊണ്ട് അത്രയും സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല. പക്ഷേ നല്ല രുചിയുള്ളതാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഏലക്കാപ്പൊടിയും ചുക്ക് പൊടിയും ഒക്കെ അവനവൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുക. മധുരം 350 ഗ്രാം എന്നുള്ളത് അത്യാവശ്യം മധുരമുള്ള നെയ്യപ്പമാണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കുറച്ചും കൂടെ കൂട്ടിച്ചേർത്താൽ മതിയാവും. താങ്ക്സ് ഫോർ വാച്ചിങ് പ്രീതീസ് മന്ന കിച്ചൺ.